വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിരുന്നു. ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുന്നതും അത് വെച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനുമാണ് കഴിഞ്ഞ തവണ ചെയ്തത്. ഇന്ന് നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ഒരു റോസ് ബഡൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. റോസ് ബഡ് ചെയ്യാനായിട്ട് ബുള്ളിയൻ ഡേസിയാണ് ഉപയോഗിക്കാറ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെടുക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് ബുള്ളിയൻ റോസ് ചെയ്യുന്നത് നോക്കാം. ബുള്ളിയൻ ഡേസി എന്ന് പറയുമ്പം നമ്മൾ ലേസിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഷേപ്പിലല്ലേ സ്റ്റിച്ച് വരുന്നത്. ഇങ്ങനൊരു ഷേപ്പിൽ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവർ ഈ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നന്നായിരിക്കും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻഡ് സ്ക്രീനിലൊക്കെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് പോയി നോക്കിയാൽ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ചെയ്ത് പഠിച്ചിട്ട് വേണം ബുള്ളിയൻ റോസ് ചെയ്യാൻ നോക്കാനായിട്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റില്ലേ ഇവിടെയാണ് നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് ബുള്ളിയൻ ഇങ്ങനെ വളഞ്ഞു വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ബുള്ളിയൻ എൻഡ് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടായതുകൊണ്ട് ഇങ്ങനെ നേരെയായിരുന്നു, ഇവിടെയായിരുന്നു എൻഡ് ചെയ്തത്. ഇതതിന് പകരം നമ്മൾ ഈ ബുള്ളിയൻ തയ്ച്ച് കഴിയുമ്പം എൻഡ് ചെയ്യേണ്ടതും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കുത്തുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ആ തയ്ച്ചെടുത്ത് നേരത്തെ കുത്തിയെടുത്ത ആ പോയിൻറ്റിലേക്ക് ഇങ്ങനെ എടുക്കുക. നീഡിൽ ഇതുപോലെ പിടിച്ചുകൊണ്ട് ത്രെഡ് നീഡിൽ ചുറ്റുക. ഞാനിപ്പോൾ ഇതൊരു 15 തവണ ഈ നീഡിൽ ചുറ്റിയിട്ടുണ്ട്. എന്നാലേ നമുക്കിത് ഇങ്ങോട്ട് വളഞ്ഞു വരാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മളിവിടെ ചുറ്റുന്ന ത്രെഡിൻ്റെ എണ്ണം കൂട്ടണം. എന്നിട്ട് നമ്മൾ പതുക്കെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പം ഇങ്ങനൊരു ഷേപ്പിൽ വരുമല്ലോ. ഇനി നമുക്ക് ഈ സെയിം പോയിൻറ്റിൽ തന്നെ നീഡിൽ കുത്തി താത്താം. ഇനി നമുക്കിതിവിടെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒന്ന് നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ നീഡിൽ പതിയെ താഴേക്ക് താത്തുക. ഇത് താത്തുമ്പോൾ ഒത്തിരി ടൈറ്റ് ചെയ്യരുത്. വല്ലാതെ ടൈറ്റ് ചെയ്താൽ ഈ നമ്മൾ ചെയ്ത ഈ ഒരു കേവ് ഉണ്ടല്ലോ അത് സ്പ്ലിറ്റായി രണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് ഉടക്കി വയ്ക്കാനേ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിന് ബുള്ളിയൻ ഡേസി എന്ന് പറയും. ഈ ബുള്ളിയൻ ഡേസിയാണ് നമ്മൾ സാധാരണ റോസ് ബഡിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്യണമെങ്കിൽ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇവിടെ തന്നെ നീഡിൽ ഇതുപോലെ കുത്തി വെച്ചിട്ട് ചുറ്റുക. ഇപ്പം നമ്മളതൊരു 15 തവണയാണ് ചുറ്റിയെങ്കിൽ നമുക്കൊരു 20-25 തവണ ചുറ്റാം. ഇതിപ്പോൾ ഒരു 20 തവണ ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ വലിച്ചെടുക്കാം. കൂടുതൽ ചുറ്റി വരുന്നതോറും ഇത് വലിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ത്രെഡ് ഇങ്ങനെ നീഡിൽ പിടിച്ചുകൊണ്ട് ഈ ത്രെഡിൻ്റെ ഭാഗം ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റാതെ ഇരുന്നാൽ മതി. അപ്പോൾ വലിച്ചെടുക്കാം. ഇവിടെ തന്നെ നീഡിൽ താഴേക്ക് താത്ത് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഇതിനെ നമുക്കിവിടെ ഒന്ന് ഉടക്കി വയ്ക്കാം. ഇനി നമുക്കൊരു ബുള്ളിയൻ റോസ് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. സർക്കിൾ ആദ്യം വരയ്ക്കണമെന്നില്ല. കാരണം നമ്മൾ ചെയ്തെടുക്കുമ്പം അതിൻ്റെ വലിപ്പം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കും. എടുക്കുന്ന ത്രെഡിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് പലതരത്തിൽ ചെയ്യാറുണ്ട്. സെൻറ്ററിലൊരു വലിയ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ചെറിയ ബുള്ളിയൻ, ഒരു വളരെ ചെറിയൊരു ബുള്ളിയൻ സെൻറ്ററിൽ ചെയ്തിട്ട് അതിന് ചുറ്റിനും പെറ്റലുകൾ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബുള്ളിയനാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറുതായിട്ടാണ്. ഒരു 4 തവണ ചുറ്റിട്ട് നമുക്കിവിടെ ഒരു ബുള്ളിയൻ ചെയ്യാം. കുറച്ച് വലിയ ഫ്ലവറൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ, വട്ടം കൂടിയ ഫ്ലവറൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു ബുള്ളിന് പകരം ഇവിടെ ഒരെണ്ണം അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വട്ടം കൂട്ടി അതിൻ്റെ അടുത്ത പെറ്റലുകളാണ് ഈ ചെയ്ത ബുള്ളിന് ചുറ്റിനുമാണ് നമ്മളടുത്ത പെറ്റലുകൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പെറ്റൽ വരേണ്ടത് ഈ ചെയ്ത ബുള്ളിൻ്റെ ഇവിടെ നിന്നും ഇങ്ങനെ വളഞ്ഞാണ് വരേണ്ടത്.
അത് കഴിഞ്ഞ് ഈ വശത്തേക്ക് ഇതുപോലെ വർണ്ണം വേണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ചെയ്ത ബുള്ളിയൻ്റെ ഏകദേശം സെൻറ്ററിൽ നിന്നായിട്ട് ഈ ഒരു സൈഡിൽ കുത്തിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നമുക്കിങ്ങനെ വളഞ്ഞല്ലേ വരേണ്ടത്, ഇവിടെയാണ് എൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ എൻഡ് ചെയ്യേണ്ട ഭാഗത്തു നിന്നും ആദ്യം കുത്തിയെടുത്ത് അതേ പോയിൻറ്റിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് അവിടെ ഒരു ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 4 പ്രാവശ്യം ചുറ്റിയുള്ളൂ. ഇവിടെ നമുക്ക് ഇത്രയും വളഞ്ഞ് വരേണ്ടതുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി ചുറ്റേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ 8 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. എന്നിട്ടിത് പതുക്കെ വലിച്ചെടുക്കുക. ഇനി നമുക്കിവിടെ നീഡിൽ കുത്തിത്താത്താം. ഇനി അടുത്ത പെറ്റൽ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് വരണം. അപ്പോൾ ഈ ചെയ്ത പെറ്റലിനെ ഒന്ന് കവർ ചെയ്തുകൊണ്ട് വേണം അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ പെറ്റലിൻ്റെ പുറത്തൊന്ന് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പെറ്റൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ വലുതായിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തൊന്ന് ഉടക്കി വെക്കണം. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് കുത്തിയെടുത്തു. എന്നിട്ടിനി ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എൻഡ് ചെയ്യുന്നത് ഇവിടെയല്ലേ, ഇവിടെ നിന്നും ഇങ്ങനെ നീഡിൽ കുത്തി വയ്ക്കുക. എന്നിട്ട് ബുള്ളിയൻ ചെയ്യുക. 8 തവണ തന്നെയാണ് ചുറ്റിയിരിക്കുന്നത്. എന്നിട്ടിനി നേരത്തെ ചെയ്ത പോലെ പതുക്കെ വലിച്ചെടുക്കാം. ഇനി ഇവിടെ നമുക്ക് നീഡിൽ കുത്തിത്താത്താം. ഇനി അടുത്ത പെറ്റൽ നമുക്ക് ഇപ്പോൾ ഈ ചെയ്തതിന് ചുറ്റിനുമായിട്ട് ഇപ്പോൾ എൻഡ് ചെയ്തത് ഇവിടെയാണല്ലോ, ഇതിന് തൊട്ട് മുകളിൽ, അതായത് ഈ ചെയ്ത പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്നും കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി ഇവിടെ വേണം നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കാൻ. ഇവിടെ നിന്നും ഇങ്ങനൊരു പെറ്റൽ ചെയ്യണം, ഇതിൻ്റെ ഹാഫ് വരെ. അടുത്തത് ചെയ്യുന്നത് അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പെറ്റലുകൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത പെറ്റൽ ചെയ്യാം. ഇവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ നീഡിൽ വെച്ചിട്ട് ഇവിടെ ചെയ്യാം. ഇതിപ്പോൾ 8 തവണ തന്നെയാണ് ചുറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ വലിച്ചെടുക്കാം. ഇപ്പം ഇങ്ങനൊരു പെറ്റൽ വന്നു. ഇനി നമുക്ക് ഇവിടെ കുത്തിയിറക്കാം. ഇവിടെ കുത്തിയിറക്കുമ്പോൾ എപ്പോഴും ഈ തൊട്ട് മുമ്പത്തെ മുകളിലുള്ള പെറ്റലിൻ്റെ പ്രത്യേകിച്ച് വേണം കുത്തിയിറക്കാനായിട്ട്. എന്നാലേ ആ പെറ്റൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാതെ നല്ലോണം ചേർന്ന് നിൽക്കത്തുള്ളൂ. ഇങ്ങനെ വന്നു. ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ അവസാനിച്ചത് ഇവിടെയല്ലേ, അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ സെൻറ്ററിൽ നിന്നും കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം, ഇവിടെ നിന്ന് വേണം അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ. അതിങ്ങനെ പോകണം. ഇവിടെ കുത്തിയെടുത്തു. ഇനി ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പം ഇവിടെ ഇങ്ങനെ കുത്തി വയ്ക്കുക, എന്നിട്ട് തയ്ക്കുക. വീണ്ടും അടുത്ത പെറ്റൽ ഈ പെറ്റലിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത പെറ്റൽ തയ്ക്കാനായിട്ട് ഇവിടെ ഒന്ന് കുത്തിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് നോക്കുക. ഒരു റോസ് ഫ്ലവറിൻ്റെയൊക്കെ ഷേപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുവരെ നിർത്താം. ഇനി അതല്ല, ഒരു ലെയറും കൂടെ വേണം, നമുക്ക് കുറച്ചുകൂടെ വട്ടം കൂട്ടി എടുക്കണമെങ്കിൽ തയ്ച്ച് ഒരു റൗണ്ടും കൂടെ തയ്ച്ചതുപോലെ തന്നെ പോകാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അപ്പം ഏറ്റവും ഒടുവിലത്തെ പെറ്റൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ, അതായത് ഈ പെറ്റലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഇത് ഈ പെറ്റലില്ലേ ഇതിൻ്റെ ഉള്ളിൽ വേണം അവസാനിക്കാൻ. അതിൻ്റെ പുറത്തല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം എൻഡ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും കുറച്ചിങ്ങോട്ട് കയറ്റി ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്, ഇങ്ങനെ. എന്നിട്ട് അവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ത്രെഡിൻ്റെ എൻഡ് ഈ പെറ്റലിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ നീട്ടിൽ കുത്തിത്താത്തുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ഇതുപോലെ ഇതിപ്പോൾ ചെയ്ത പോലെ തന്നെ തയ്ച്ചെടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഈ ഫ്ലവർ ചെയ്യാനായിട്ട് 4 ഇഴ നൂലേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ചെറിയ ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് 4 ഇഴ നൂല് മതി. ആ സമയം കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെങ്കിൽ ഇപ്പം നമ്മൾ തയ്ക്കുന്ന ഓരോ
എന്തിലാണോ തയ്ക്കുന്നത് അതനുസരിച്ച് വേണം ത്രെഡിന് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കുഞ്ഞുടുപ്പയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ 4 നൂല് വെച്ച് ചെറിയ ഫ്ലവർ ചെയ്യുന്നതാണ് ഭംഗി. അതേസമയം വല്ല ബെഡ്ഷീറ്റിലോ ടേബിൾ ക്ലോത്തിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ 6 നൂലിട്ട് കുറച്ചും കൂടെ തിക്കായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചത് ഇത് ബുളിയൻ ഡേയ്സി ചെയ്ത് കാണിച്ചത് 6 നൂലായിരുന്നു. ഇപ്പോൾ ഇത് തമ്മിൽ കണ്ടാൽ മനസ്സിലാകും ആ തിക്നെസ് വ്യത്യാസമുണ്ട്. ചെറിയ ഉടുപ്പിലൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ഒരുപാട് തിക്കായിട്ട് എടുക്കാതെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്ലവർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ തയ്ച്ച ഈ ഫ്ലവറിൻ്റെ അടുത്ത് രണ്ട് ലീഫുകളും അതുപോലെ ഒരു ചെറിയ 2 ബഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ റോസ് ബഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ ചെയ്തില്ലേ അതുപോലെ തന്നെ ഇവിടെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇവിടെ തന്നെ ചെറിയൊരു പോർഷൻ ഇതുപോലെ കുത്തിയെടുക്കുക. 2-3 ത്രെഡ് കുത്തിയെടുത്താൽ മതി, ഒന്ന് നിൽക്കാൻ വേണ്ടി മാത്രം. എന്നിട്ടിനി ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 15 തവണ ചുറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും വളഞ്ഞ് വരണമല്ലോ. എന്നിട്ടിനി പതുക്കെ വലിച്ചെടുക്കുക. ആ സെയിം പോയിൻറ്റിൽ തന്നെ കുത്തി നീട്ടിൽ താത്തുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു സ്റ്റിച്ച് കൊടുത്ത് ഒന്ന് ഉടക്കി വയ്ക്കുക. ഇവിടെ അതുപോലെ ഒരെണ്ണം കൊടുക്കുക. ഇനി നമുക്ക് ഈ ബഡിൻ്റെ സൈഡിലൊരു ചെറിയ ഗ്രീൻ കളർ വെച്ച് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 2 വശത്തേക്കും 2 സ്റ്റിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ. ഇനി നമുക്ക് ആ സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ചോ ഏതെങ്കിലും ചെയ്യാം. ഇനി ഈ ഒരു സ്റ്റെമ്മും കൂടെ ചെയ്തെടുക്കാം. ഇനി ഈ 3 ലീഫുകളും കൂടെ തയ്ച്ചെടുക്കാം. ഇത് തയ്ക്കാനായിട്ട് ഞാനിവിടെ 6 strands ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്ലൈ സ്റ്റിച്ച് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഡിസൈൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഈ ബുളിയൻ റോസ്. നമുക്ക് ഏത് ഡ്രസ്സിലാണെങ്കിലും കുട്ടികളുടെ ഉടുപ്പിലാണെങ്കിലും ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനിലാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ബുളിയൻ റോസ്. ഇതൊരു 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി, ഭംഗിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്